ഹലോ ഹായ് നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ചായക്കടയിലൊക്കെ നമുക്ക് കിട്ടുന്ന പോലുള്ള പൊരിച്ച പത്തിരി, പുറം ഭാഗം നല്ല ക്രിസ്പിനെസ്സും അകം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി. ഇതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ ചെറിയ ഉള്ളിയും ഈ വെളുത്തുള്ളിയും ഈ പച്ചമുളകും കൂടി ഒന്ന് ചതച്ച് എടുത്തിട്ട് വരാം. ഇങ്ങനെ ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ മതി കേട്ടോ, ഒരുപാട് അങ്ങ് പേസ്റ്റ് ആവണ്ട. ചെറിയ ഉള്ളിയുടെ ഫ്ലേവറൊക്കെ നമുക്ക് വേണം. ഇനിയിപ്പോൾ ഞാൻ എന്താ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതാ ഓയിലൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ആ ഉള്ളിയുടെ പച്ചപ്പങ്ങ് മാറ്റി അങ്ങ് എടുക്കാം. ഇത് ഇത്രയൊക്കെ മതി. ഇങ്ങനെ ഒന്ന് ആയി കിട്ടിയാൽ മതി. ഇനി നമ്മൾ 1 കപ്പ് മാവാണ് നമ്മൾ എടുക്കുന്നത്. അതിലേക്ക് 1.5 കപ്പ് വെള്ളം കേട്ടോ. കറക്റ്റ് ഞാൻ അളന്ന് വെച്ചിട്ടുള്ള വെള്ളമാണ്. ഇതൊന്ന് നന്നായിട്ട് ബോയിലായി വരണം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇപ്പം തന്നെ ഇട്ട് കൊടുത്തേക്കണം. നന്നായിട്ട് വെള്ളം തിളച്ച് വരണം. ഇതാ നോക്കിയേ, നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതേപോലെ തിളച്ച് വരണം കേട്ടോ. തിളച്ച് വരുന്ന സമയത്ത് തന്നെ ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ആ അരിപ്പൊടി മൊത്തത്തിലും ഇട്ട് ഒന്ന് ഇളക്കി, അപ്പോഴത്തന്നെ ആ കൈയോടുകൂടി തന്നെ അങ്ങ് ഇളക്കി മിക്സ് ചെയ്ത് അങ്ങ് എടുക്കുക കേട്ടോ. വെള്ളത്തിൻ്റെ അംശം ആ പൊടിയുടെ എല്ലാ ഭാഗത്തും തട്ടുന്ന രീതിയിൽ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഫ്ലഫി ആയിട്ടുള്ള പത്തിരി കിട്ടും. ഇനി നമുക്ക് ഇതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഒരു കാര്യം ചെയ്യണം. ഒരു പ്ലേറ്റിലോട്ടോ അല്ലെങ്കിൽ ഒരു പാനിലോട്ടോ ഒന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ ഇതിൽ തന്നെ അങ്ങ് ഇരുന്ന് കഴിഞ്ഞാൽ ഈ ചൂട് തട്ടി പിന്നും അങ്ങ് ഇരുന്ന് പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആവാതെ ഇപ്പം തന്നെ ഒരു പ്ലേറ്റിലോട്ട് അങ്ങ് മാറ്റാം. ആ ചൂടോടുകൂടി തന്നെ അങ്ങ് മാറ്റാം. ഇപ്പോഴേ നിങ്ങളങ്ങ് ഇതൊന്നും ചെയ്യണ്ട കേട്ടോ, കുഴക്കണ്ട, കൈ പൊള്ളി പോവും. എന്നാലും നമ്മുടെ കൈ കൊണ്ട് കുഴയ്ക്കാൻ പറ്റുന്ന ആ ഒരു പരുവം ഉണ്ടല്ലോ, ആ ഒരു പരുവം ആകുമ്പോഴത്തേക്ക് ഇതിനൊന്നും അടച്ചങ്ങ് വെച്ചേക്കണം കേട്ടോ. ഡ്രൈ ആയി പോവാതെ ഒന്നും അടച്ചങ്ങ് വെച്ചേക്കണം. അത് പ്രത്യേകം ശ്രദ്ധിച്ചോളണം. ഈ പൊട്ടി പിടിച്ചിരിക്കുന്നതിനൊക്കെ മൊത്തത്തിലങ്ങ്. പിന്നെ അതുപോലെ നിങ്ങൾ ഇതെടുക്കുമ്പോൾ പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എടുത്താൽ മതി. കടയിലൊക്കെ കിട്ടണതിൽ ഫ്ലേവറിൽ വെളുത്തുള്ളിയും പച്ചമുളകും ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത്. ഇനി നമുക്ക് ഇതിനെ അങ്ങ് അടച്ചങ്ങ് വെച്ചേക്കാം. ഇട്ട് വെച്ചിരിക്കുന്ന 1/4 കപ്പ് തേങ്ങ ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് വലിയ ജീരകം ഉണ്ടല്ലോ, അത് ഒരു 1/4 ടീസ്പൂൺ. അതുപോലെ തന്നെ ചെറിയ ജീരകവും ഒരു 1/4 ടീസ്പൂൺ. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ അതങ്ങ് ഒഴിവാക്കാം കേട്ടോ. ഈ തേങ്ങയും നേരത്തെ നമ്മളെ ഉള്ളിയൊക്കെ ഒന്ന് ഒതുക്കിയെടുത്തില്ലേ, അതേപോലെ ഒന്ന് ഒതുക്കിയെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ എന്താ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി കേട്ടോ. മാവ് എന്തായി നോക്കാം. ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്ക് കുഴയ്ക്കണം കേട്ടോ. കുഴയ്ക്കുന്ന സമയത്ത് ആദ്യമേ ഇത് എടുത്ത ഉടനെ തന്നെ ആദ്യം ഈ തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് കൈ കൊണ്ട് നന്നായിട്ടങ്ങ് കുഴച്ചെടുക്കുക. ചൂട് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ശക്കലം കൈ ഒന്ന് തണുത്ത വെള്ളത്തിലൊന്ന് കൈ ഒന്ന് നനച്ചിട്ട്, വെള്ളം ഇതിലൊഴിച്ച് ചേർക്കരുത്, കൈ ഒന്ന് നനച്ചതിന് ശേഷം അതൊന്ന് കുഴച്ചെടുക്കുക. കൗണ്ടർ ടോപ്പിലിട്ട് കുഴച്ചെടുത്താലും മതി. അതാകുമ്പം നല്ല ഈസി ആയിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. ഇതിൽ കൂടി തന്നെ നമുക്ക് ഇതൊന്ന് കുഴച്ചൊന്ന് ഒരു ഇതായിട്ടുണ്ട്. ആ ഒരു ചൂട് മാറുന്നതിന് മുമ്പ് ഒന്ന് കുഴക്കണം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കറുത്ത എള്ള അല്ലെങ്കിൽ കരിഞ്ജീരകം, ഇതിലേതെങ്കിലും ഒന്നും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടങ്ങ് കുഴച്ചെടുക്കുക. ഒരു 2-3 മിനിറ്റൊക്കെ അങ്ങ് കുഴച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും മാവ്. ഇത് കാണാനും ഒരു ഭംഗിയാണ്. ആ എള്ളിടുമ്പം വൈറ്റ് ഡോട്ട്സ് കണക്ക് ഇങ്ങനെ അതിലിങ്ങനെ ഇരിക്കുന്നത് നല്ലതാണ്. അത്രേ ഉള്ളൂ. ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്ത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചപ്പാത്തി പലയിലോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിൽ തന്നെ കുറച്ച് മാവൊന്ന് തൂക്കിയതിന് ശേഷം നമുക്കൊന്ന് റോൾ ചെയ്തിട്ട് അല്ലെങ്കിൽ കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു പാത്രം പ്ലാസ്റ്റിക് പേപ്പർ വെച്ചിട്ട് അതിൻ്റെ പുറത്തൂടെ ഒരു പാത്രം വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയോ എന്ത് ചെയ്തിട്ടാലും ഒരുപാട് കട്ടി കുറച്ചെടുക്കരുത്. കുറച്ച് കട്ടി വേണം കേട്ടോ. ഒരു 1.5 ഇഞ്ച് കനത്തിലൊക്കെ വേണം എടുക്കാനായിട്ട്. തീരെ അങ്ങ് നൈസായിട്ട് എടുക്കരുത്. ആദ്യം നമുക്ക് കൗണ്ടർ ടോപ്പിൽ കുറച്ച് മാവങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ മാവുണ്ടല്ലോ ഒന്ന് കൈ കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ചപ്പാത്തി പലക ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഒന്ന് നമ്മൾ നടുക്കൊന്നും പൊട്ടിപ്പോയിട്ട്, നടുക്കൊക്കെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇതിലുണ്ടല്ലോ എണ്ണ കുടിക്കും. അങ്ങനെ ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് നടുക്കൊന്നും പൊട്ടിപ്പോവാതെ ഒന്ന് പരത്തിയെടുക്കുക. ഇത് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു ഗ്ലാസിൻ്റെ ഇതോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത്ര കനം ഉണ്ടല്ലോ, ഇത്ര കനം വേണം കേട്ടോ.
അപ്പോൾ അതാ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നല്ല ചൂടായി കിടക്കുന്ന ഓയിലിലേക്ക് നമുക്ക് ഇതിനെ ഒന്ന് ഇട്ട ഉടനെ തന്നെ നിങ്ങൾ തിരിച്ചിടരുത്. അതൊന്ന് ഒന്ന് ഒരു സൈഡൊന്ന് മൂത്തതിന് ശേഷം എടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പലഹാരമാണ്. അപ്പോൾ അത് നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ അതങ്ങ് പൊട്ടിപ്പോകും. ഇനി നമുക്ക് ഇനി തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഇത്രയൊക്കെ മതി. നമുക്ക് ഇതിനെ കോരി മാറ്റാം. അടുത്ത കാഴ്ച അതേപോലെ അങ്ങ് കൊടുക്കാം കേട്ടോ. നല്ല പൊരിച്ച പത്തിരിയും കോഴിക്കറിയും കൂടെ അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.